എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് സ്റ്റോക്കിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് 100 രൂപയിൽ താഴെ വിലയുള്ള രണ്ട് കുഞ്ഞൻ സ്റ്റോക്കുകൾ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ്, ഏത് ലെവൽ കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകാനും ഏത് ലെവൽ താഴേക്ക് അതിൻ്റെ സപ്പോർട്ട് ലെവലും എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. ഇതൊരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ബൈസെൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറുമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ടോ ഒരു തീരുമാനത്തിലെത്താൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെങ്കിലും ഇത് ഷെയർ ചെയ്ത് ഒരു നല്ല മനസ്സിന് ഉടമയാകുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റോക്ക് നമ്മൾക്ക് ബജാജ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നമുക്കിപ്പോൾ കണ്ടാൽ അറിയാം, ബജാജ് ഹിന്ദുസ്ഥാൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ടാണ് നമ്മൾ മുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ അറിയാനായിട്ട് കാണിക്കും, ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണിത്. ഉണ്ടായി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് വലിയ ഗ്രീൻ ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്തതെന്ന് വെച്ചാൽ വെറുതെ ബ്രേക്ക് അല്ല, വിത്ത് വോളിയം ഉണ്ട്, നല്ല വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാനായിട്ട്. അതുകൂടാതെ ഈ ട്രേഡിംഗ് ദിവസങ്ങളിൽ ഈ ലാസ്റ്റ് ജൂൺ പകുതി തൊട്ടിട്ട് ഈ മാസം വരെ ഒരു ഏകദേശം നല്ലൊരു ട്രേഡിംഗ് വോളിയം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വോളിയം അത്രയില്ല, ഇവിടെ വോളിയം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ കയറ്റത്തിൽ നല്ലൊരു വോളിയം ഉണ്ട്. കയറ്റത്തിൽ വോളിയം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു നല്ല കയറ്റമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കൺസോളിഡേഷൻ ഏരിയ ഓഫ് കൺസോളിഡേഷൻ ആണ് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മുകളിലേക്കും ഇല്ല താഴേക്കും ഇല്ലാതെ ഒരു നിശ്ചിത ഏരിയയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏരിയ ഓഫ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു റേഞ്ച് ഉണ്ടാവും. ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത മുകളിലേക്കും താഴേക്കുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ താഴേക്കും, അങ്ങനെയാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രയാണം തുടങ്ങുക. അതായത് മിക്ക സ്റ്റോക്കുകളും ഇങ്ങനത്തെ കണ്ടീഷൻസ് വരും. ഇവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, ആ ഏരിയ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് അത് പോയി. ഇവിടെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്ത് ഏരിയ താഴേക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് അത് ഒരു ഏരിയ ഓഫ് ക്രിയേഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷെയറിൽ ബജാജ് ഹിന്ദുസ്ഥാനിൽ നമുക്കൊരു എൻട്രി പോയിന്റ് ഇപ്പോൾ ഇല്ല, പക്ഷെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ എൻട്രി എന്നുള്ളത്. അതായത് ബജാജ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഏകദേശം നമുക്ക് ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ടിംഗ് സോൺ എന്ന് പറയുന്നത്. അതായത് ഒരു 39-36 ഈ ലൈൻ ഇവിടെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ 39-36. ഈ ഏരിയയാണ് നമുക്കൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുക. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, വലിയ ക്യാൻഡിലോട് കയറി ഇവിടെ 1, 2, 3 ഒരു 4 ക്യാൻഡിലോളം ഇതിന് ഒരു സപ്പോർട്ട് എടുത്തു. അതായത് ഇവിടെ ടച്ച് ചെയ്തു എന്നർത്ഥം. അതുകൂടാതെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ 39-36 എന്ന് പറയുന്ന ഏരിയ ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. അതുകൂടാതെ ഇതും ഏകദേശം ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് മാറി. അതായത് ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക്, ഇവിടെ ഒരു ഏരിയ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ ഒന്ന് റീടെസ്റ്റ് ചെയ്തു, അതായത് പുൾ ബാക്ക്. അത് ഇതിൻ്റെ ഹൈ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഇതിൻ്റെ ഹൈ ഇവിടെ സപ്പോർട്ടായിട്ട് പരിണമിച്ചു. ഇതാണ് ഇവിടെ കണ്ടത്. അതുകൂടാതെ ഈ ഷെയറിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുവരെ ഇവിടെ ഒരു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡ്. ഇനി നമുക്ക് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്കുള്ളത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 45 മുകളിൽ, അതായത് ഈ റേഞ്ച് ഈ 45 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. 45 മുകളിൽ ഇവിടെ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. പ്ലസ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു ആവറേജ് വോളിയത്തിനേക്കാളും മുകളിൽ ആ ക്യാൻഡിലിന് വോളിയം ഉണ്ടെങ്കിൽ അതിന് സക്സസ് റേഷ്യോ കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുക. അതായത് 45 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരി. പക്ഷേ അവിടെ നമുക്ക് അതിനെ തള്ളിക്കയറ്റാനായിട്ട് ഒരു വോളിയവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ ഒരു ഈ ആവറേജ് വോളിയത്തിനും മുകളിൽ ആ ക്യാൻഡിലിന് വോളിയം ഉണ്ടെങ്കിൽ അതിന് സക്സസ് റേറ്റ് സാധാരണ ഗ്രീൻ ക്യാൻഡിലിനെ അപേക്ഷിച്ച് സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബൈ എൻട്രിക്ക് സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 39-36 ഒരു SL നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. 39-36 റേഞ്ച്, ഈ റേഞ്ച് 39-36 ഇവിടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൽ ഒരു SL ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ആവുന്നതാണ്. ഇത്രയുമാണ് നമുക്കൊരു ഇൻട്രാഡേ
ചാർട്ട് വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തു. അതായത് ബജാജ് ഹിന്ദുസ്ഥാൻ എന്ന സ്റ്റോക്കിൽ ഒരു ഇൻട്രാഡേ ഇട്ട് നമുക്ക് കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മന്ത്ലി ചാർട്ട് വ്യൂയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബജാജ് ഹിന്ദുസ്ഥാൻ്റെ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഒരു മന്ത്ലി ചാർട്ട് വ്യൂ ആണ്. മന്ത്ലി ക്യാൻഡിലും അത് അത്യാവശ്യം കയറി നിൽക്കുന്ന ഒരു ക്യാൻഡിലാണ്, ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വസ്തുതകൾ. അതുകൂടാതെ നമുക്ക് കുറച്ചും കൂടിയും ഡെപ്തുള്ള ചാർട്ട് കിട്ടണം. ഇത് നമുക്ക് ചാർട്ടൊന്ന് ചെറുതാക്കി, അതായത് കൂടുതൽ കാലാവധിയുള്ള ഒരു ചാർട്ട് വയ്ക്കാം. അപ്പോൾ ഇത്രയും കണ്ട, ഇപ്പോൾ ഒരു ഡെപ്തുള്ള ചാർട്ട് ഇടുക, കൂടുതൽ കാലാവധി പീരീഡുള്ള ചാർട്ട് നമുക്ക് ഇടാം. ആ ചാർട്ടിനൊന്ന് ചെറുതാക്കി ഇവിടെ ഒന്ന് ഭംഗി വരുത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മന്ത്ലി ചാർട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇവിടെ മന്ത്ലി ചാർട്ടിൽ നമുക്കിവിടെ ചില കാര്യങ്ങൾ നമുക്ക് പറയാം. അതായത് നമ്മൾ പറയില്ലേ, ഒരു രാജ്യത്തിൻ്റെ ആയാലും എവിടെയായാലും ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം എന്ന് പറയും. അപ്പോൾ ഇവിടെയും നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട്. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ മന്ത്ലി ചാർട്ടാണ് കണ്ട. ഇവിടെ ഒരു കൺസോൾ ഒരു റേഞ്ചിൽ കിടന്ന് കളിച്ചു കണ്ട. ഇവിടെ ഇങ്ങനെ റേഞ്ചിൽ കിടന്ന് കളിച്ചു കണ്ട. ഇവിടെ നിന്ന് നേരെ കയറി പോയിട്ട് ഇവിടെ ഇങ്ങനെ റേഞ്ചിൽ കിടന്ന് കളിച്ചു. അപ്പോൾ ഇവിടെ ഒരു റേഞ്ച് ബിൽഡപ്പ് ചെയ്തു കണ്ട, ഈ റേഞ്ച്. അതുകൂടാതെ കണ്ട ആ റേഞ്ച് നമ്മൾ ഒന്ന് നീട്ടി വരച്ച് കഴിഞ്ഞാൽ കണ്ട, നേരെ താഴുന്നത് ആ റേഞ്ച് വരെ താഴ്ന്നത്. അല്ലാണ്ട് ഇവിടം വരെ വന്നില്ല സ്റ്റോക്ക് കണ്ട, ഇവിടം വരെ വന്നിട്ടില്ല, ആ റേഞ്ച് വരെ വന്നു കണ്ട, ഈ റേഞ്ച് വരെ വന്നു. അതുകൂടാതെ ആ റേഞ്ച് നേരെ ബ്രേക്ക് ചെയ്തു താഴേക്ക് കണ്ട. ഇവിടെ നിന്ന് നേരെ താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും കണ്ട. ഇവിടെ ഒരു റേഞ്ച് നമുക്ക് കണ്ടിരുന്നില്ല, നമുക്ക് നോക്കിയാൽ കാണാം കണ്ട. ഇവിടെ ഒരു റേഞ്ച് ബിൽഡപ്പ് ചെയ്തു, ഇവിടെ അത് താഴുന്നില്ല, പക്ഷെ ഇവിടെ താഴുന്നെങ്കിലും കൂടി താഴേക്ക് പോലെ ഇവിടെയും ഒരു റേഞ്ച് ബിൽഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഹിസ്റ്ററിയാണ് പറയുന്നത് കണ്ടാ, ഈ റേഞ്ച് കണ്ട. അപ്പോൾ വീണ്ടും ഇത് താഴ്ന്നിട്ട് ആ റേഞ്ച് വരെ പോയിട്ടുള്ളത് കണ്ട. ഇവിടെ താഴ്ന്നു, ഈ റേഞ്ച് വരെ പോയി, വീണ്ടും താഴ്ന്നു, ഇങ്ങനെ വന്നു കണ്ട സ്റ്റോക്ക്. അതുകൂടാതെ നമുക്ക് ഈ റേഞ്ച് ഉണ്ട്, നമ്മൾ ഈ റേഞ്ച് ഒന്ന് നീട്ടി വരച്ച് നോക്കാം. നമ്മൾ ഈ റേഞ്ച് ഒന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മന്ത്ലി ഇവിടെ നോക്കുമ്പോഴും അതാണ് കാരണം, നമുക്ക് ഒരു ഇവിടെയും കണ്ട ഒരു റേഞ്ച് ബിൽഡപ്പ് ചെയ്ത് കണ്ട. ആ റേഞ്ച് നമ്മൾ ഇവിടെ വരച്ചാൽ ഇവിടെയും ഇവിടെ ഒരു റേഞ്ച്, ഇവിടെ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. ആ റേഞ്ച് തന്നെയാണ് ഇവിടെയും കണ്ട. മന്ത്ലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ റേഞ്ച് ബ്രേക്ക് ചെയ്തു മന്ത്ലി നമ്മൾ നോക്കും. ഇനി നമുക്ക് നോക്കാനുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ മന്ത്ലി മേ ബി ചിലപ്പോൾ ഈ റേഞ്ച് വരെ ഇതെത്താനായിട്ട് സാധ്യതയുണ്ട്. ഈ റേഞ്ച് കണ്ട, ഇവിടെ ഒരു റേഞ്ച് കണ്ടില്ല കണ്ട, ഈ റേഞ്ച് വരെ മേ ബി ഇത് ഒരു ടാർഗറ്റ് നമുക്ക് ലോങ് ടേമിലേക്കാണ് പറയുന്നത്. ഒരു 58 വരെയെങ്കിലും നമുക്കൊരു ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ അതിന് ടൈം എടുക്കും, പെട്ടെന്നൊന്നും കയറാനായിട്ട് സാധ്യതയില്ല, പയ്യെ കയറും. അവിടെ വരുമ്പോഴായിരിക്കും ഇനി അടുത്ത ഡിസിഷൻ എന്ത് ചെയ്യണം എന്നുള്ളത് സ്റ്റോക്ക് തീരുമാനിക്കാം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ തടസ്സവാദങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടം വരെ ഇങ്ങനെ കയറി. ഇനി ഇവിടെ ചിലപ്പോൾ ഒരു കൺസോളിഡേഷനൊക്കെ, അത് ഭാവിയിലൊക്കെ നടക്കുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരും, ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് കൺസോളിഡേഷൻ വീണ്ടും മുകളിലേക്കോ വീണ്ടും താഴേക്ക് വരും, ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്യാണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണെങ്കിൽ ഇങ്ങനെ പോകും. അപ്പോൾ പക്ഷേ ഈ റേഞ്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട റേഞ്ചാണ്, നമ്മളൊരു അലർട്ടായിരിക്കേണ്ട ഒരു റേഞ്ചാണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്. അലർട്ടിങ് റേഞ്ചാണിത്. അതായത് ഒരു 56, ഒരു 59 ആ റേഞ്ച് വരെ. അപ്പോൾ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കാണാനുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഏത് ഇൻട്രാഡേ ചാർട്ട് വ്യൂ നമ്മൾ പറഞ്ഞു, ഇത് മന്ത്ലി ചാർട്ട് വ്യൂ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബജാജ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൽ നമ്മൾ കണ്ട വസ്തുതകൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് പോകാനുള്ളത് IFCI എന്ന് പറയുന്ന സ്റ്റോക്കിലേക്കാണ്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് IFCI ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിലേക്കാണ്. അപ്പോൾ ഇതാണ് IFCI എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് വ്യൂ. ഈ ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കിയാൽ അറിയാം ഏകദേശം ഒരു 72 വരെ പോയിട്ട് കണ്ട. ഇവിടെ 72 വരെ പോയി, ഇതാണ് 72 വരെ പോയിട്ട് വീണ്ടും ഇത് 35ലേക്ക് താഴ്ന്നു. അതായത് ഏകദേശം 50% ഫോള് ഇവിടെ നിന്ന് സംഭവിച്ചു. 50% ഫോൾ സംഭവിച്ചു. അതുകൂടാതെ മെതുവ് കയറി പോയി. അതുകൂടാതെ ലാസ്റ്റ് ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വോളിയം ഉണ്ട് ഉണ്ടാവും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ കണ്ട ലാസ്റ്റ് ക്യാൻഡിൽ നല്ല വോളിയത്തോട് കൂടിയിട്ട് ഇവിടെ നല്ല വോളിയം ഉണ്ട്. അതുകൂടാതെ നല്ലൊരു ക്യാൻഡിലാണ്, ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത്.
അതുകൂടാതെ ഇവിടുത്തെ റെസിസ്റ്റൻസും ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളുള്ളത്. അതുകൂടാതെ നമുക്ക് പറയാം ഇവിടെ ട്രെൻഡ് ലൈനിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്തത്. ഇവിടെ നമുക്കൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്താൽ ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രെൻഡ് ലൈന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ഇവിടെ ടച്ച് ചെയ്ത് പോയി കണ്ട, ഇവിടെ ടച്ച് ചെയ്തു. അതുകൂടെ കറക്റ്റ് കണ്ട ഈ ട്രെൻഡ് ലൈൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നു കണ്ട. അതുകൂടാതെ ഇവിടെ അതെ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തു. ഇവിടെ ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ്. അതുകൂടാതെ ഇവിടെ നിന്ന് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് കൂടി പെട്ടെന്ന് മുകളിലേക്ക് അവിടെയും ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് പോകണം. നമുക്ക് ഇവിടെ വരച്ചാൽ കാണാനാണ് കേട്ടോ. ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് പോയി. ഇവിടെ ലോ വന്നെങ്കിൽ ക്ലോസിങ് ട്രെൻഡ് ലൈനിൻ്റെ താഴെ വന്നിട്ടില്ല. ഇവിടെ ലോ വന്നു, പക്ഷേ ക്ലോസിങ് വന്നിട്ട് ഇവിടെ കണ്ട ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൽ വരുന്ന ഒരു സപ്പോർട്ടിങ് സോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു സപ്പോർട്ടിങ് സോൺ എന്ന് പറയുന്നത് ഈ റേഞ്ചാണ് സപ്പോർട്ടിങ് സോൺ എന്ന് പറയുന്നത്. അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 59-60 കണ്ട ഈ റേഞ്ചാണ് സപ്പോർട്ടിങ് സോണായിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ സാധ്യത. കണ്ട അവിടെ കുറച്ച് ടൈമോളം ഇവിടെ ടച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഒരു 59-60 നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റേഞ്ചാണ് നമുക്ക് SL ക്രിയേറ്റ് ചെയ്യുക. കാരണം ഈ റേഞ്ച് നമുക്കൊരു സപ്പോർട്ടിങ് സോൺ ഉണ്ട് ഇപ്പോൾ മനസ്സിലായി. അതായത് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് സോണും ഉണ്ട്. അതുകൂടാതെ ഇവിടുത്തെ മെയിൻ സപ്പോർട്ട് സോണും ഉണ്ട്. കുറച്ച് കൺസോളിഡേഷൻ വന്ന ഏരിയ അതാണ് 60-59 റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് IFCയിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. വീക്കിലി ചാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് IFCയുടെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ ആണ്. വീക്കിലി ചാർട്ട് വ്യൂവിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത്, അതായത് ഓൾ ടൈം ഹൈയിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് പോലെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. അത് കണ്ട വിത്ത് നല്ല പൂളത്തോടുള്ള ഒരു ക്യാൻഡിൽ വന്ന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇൻട്രാഡേ പറഞ്ഞ പോലെ തന്നെ 59-60 ഇതിലൊരു SL ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ. ഇനി നമുക്ക് ഈ ചാർട്ടിനെ നമുക്കൊരു മന്തിലേക്ക് ഒന്ന് കാണാം. നമ്മൾ ഓരോ ചാർട്ട് വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഏതെങ്കിലും ഈ പോസിബിലിറ്റി നോക്കാനാണ് നമ്മൾ ഈ ഓരോ ചാർട്ട്, അതായത് ഇൻട്രാഡേയിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി, അല്ലെ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പോസിബിലിറ്റി എന്താണ്, മന്തിൽ നോക്കുമ്പോൾ അതിൻ്റെ പോസിബിലിറ്റി, അങ്ങനെ ഓരോ സ്റ്റോക്കിനും ഓരോ പോസിബിലിറ്റി നോക്കാനാണ് നമ്മൾ ഓരോ ചാർട്ട് വ്യൂ എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മന്തിലി ഇങ്ങനെ, അപ്പോൾ ചാർട്ടിൻ്റെ കുറച്ചും കൂടിയും ഡെപ്തിലേക്ക് അറിയാനായിട്ട് നമുക്ക് ഇതിലൊന്ന് ചെറുതാക്കി നോക്കാം. ഇപ്പം മോർ ടൈം കിട്ടി, കൂടുതൽ ടൈം, അതായത് 2008 മുതലുള്ള ചാർട്ട് വ്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഈ 2008 വ്യൂവിലുള്ള ചാർട്ട് വ്യൂ നമുക്ക് കിട്ടിയപ്പോൾ നോക്കിയാൽ കണ്ടാ ക്ലിയർ കട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കണ്ട ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് ഈ ഷെയർ. റെസിസ്റ്റൻസ് സോൺ കണ്ട, അതാണ് നമ്മൾ പറയുന്നത്. ഓരോ ചാർട്ട് വ്യൂ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാത്ത വസ്തുതകൾ കാണാൻ കഴിയും. കണ്ടാ ഇവിടെ നോക്കിയാൽ കണ്ടാ മനസ്സിലായില്ലേ? ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഇവിടെ പ്രീവിയസ് ഇവിടെ കണ്ട വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നു, ടച്ച് ചെയ്തു, കയറാനായിട്ട് സാധിച്ചില്ല, നേരെ താഴ്ന്നു. ആ താഴ്ചയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ കണ്ട ആ 50% ഫാൾ, അതുകൂടാതെ ഇവിടെ വന്ന് നിൽക്കുന്നു. മേ ബി ഇതിന് മുകളിൽ ഒരു മന്ത്ലി ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് പോകും. നല്ല രീതിയിലുള്ള അപ്സൈഡിലേക്ക് പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അത് ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 100 വരെയെങ്കിലും നമുക്കൊരു ടാർഗറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാം. മന്ത്ലി നമുക്ക് ഇവിടെ നിന്നൊരു ഈ റെസിസ്റ്റൻസ് സോൺ ഒരു മന്ത്ലി ക്യാൻഡിൽ അപ്പർ സൈഡ് ക്രോസ് ആവുകയാണെങ്കിൽ ഏകദേശം ഈ റേഞ്ച് വരെയെങ്കിലും നമുക്കൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഇവിടെ ഒരു ടാർഗറ്റ് എടുത്തു കഴിഞ്ഞാൽ 100 നമുക്കൊരു ടാർഗറ്റ് ഇതിൽ കിട്ടാനായിട്ട് സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ലോങ്ങിലേക്കുള്ള വളരെ വലിയ ചാർട്ട് വ്യൂ എടുത്താലുള്ള ഭംഗി. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് പറഞ്ഞില്ല, ഇവിടെ നമുക്ക് അതിൻ്റെ ഇത് കാണാനായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മാർക്കണ്ട. ഇവിടെയാണ് നമുക്ക് ഒരു ടച്ച് പ്രീവിയസ് ടച്ച് ചെയ്ത ഏരിയ, ഒരു റെഡ് ക്യാൻഡിൽ കണ്ടില്ല മന്തിൽ, അവിടെ കണ്ട അവിടെ മാർക്ക് നമുക്ക് കൊടുക്കാം. ഈ ഏരിയയാണ് മാർക്ക് ചെയ്തത്. അവിടെ നമുക്ക് ഇതിനെ നമുക്കൊരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് ഇനി ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഈ റെഡ് ക്യാൻഡിൽ, ഈ റെഡ് മന്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ റെഡ് ക്യാൻഡിൽ വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ ക്യാൻഡിലാണിത്. ഈ ക്യാൻഡിൽ വന്നിട്ട് ഫെബ്രുവരി മാസം ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഇൻട്രാഡേ ചാർട്ട് എടുത്ത് നോക്കാം. ഇവിടെ നോക്കണ്ട, ഇതാണ് ഫെബ്രുവരി, അതായത് ഫെബ്രുവരി 8 ആ റേഞ്ച് ടച്ച് ചെയ്തു. വേണ്ട നമുക്ക് അവിടെ ആ റേഞ്ച് ടച്ച് ചെയ്തു, നേരെ ഫാൾ ചെയ്തു. മേ ബി രണ്ടാമത് ഇത് കയറി വന്നിരിക്കുകയാണിത്.
പക്ഷേ ഈ കയറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇൻട്രാഡേ എടുത്തപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഇനി ഇത് താഴുകയാണെങ്കിൽ സപ്പോർട്ട് സോണിൽ താഴേക്ക് താഴുകയാണെങ്കിൽ അത് നമ്മൾ അത്ര റിസ്ക് എടുക്കണം അവിടെ വെച്ച് വിറ്റുമാറണത്. പക്ഷേ ഇത് നല്ലൊരു വോളിയവും കൂടി ഉള്ളത് കൊണ്ട് നല്ലൊരു കയറ്റമാകണമെന്ന് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മൾ മന്ത്ലി ചാർട്ട് അതിന് മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്കിതൊരു അപ്സൈഡ് മൂവ്മെൻറ്റം ഇനിയും പ്രതീക്ഷിക്കാം ഇതിൽ. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 100 ടാർജറ്റും നമുക്കിതിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പോൾ ഇതാണ് ഈ 2 സ്റ്റോക്കുകൾ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇടേണ്ട 2 സ്റ്റോക്കുകൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.